വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. നമ്മളെല്ലാവരും ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നവരാണ്. ഫേസ്ബുക്കിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സെർച്ച് ചെയ്യാറുമുണ്ട്. എന്നാൽ മൊത്തം സെർച്ച് ഹിസ്റ്ററി മറ്റൊരിടത്ത് സേവ് ആകുന്നുണ്ട്. സത്യത്തിൽ നിങ്ങളിത് കണ്ടു കഴിഞ്ഞാൽ തന്നെ ഞെട്ടിപ്പോകും. കാരണം അത്രയും സെർച്ച് ഹിസ്റ്ററി അവിടെ സേവായി കിടപ്പുണ്ട്. ഫേസ്ബുക്ക് എന്ന് നമ്മൾ ഓപ്പൺ ചെയ്തോ അന്നു മുതലുള്ള എല്ലാ സെർച്ച് ഹിസ്റ്ററികളും നമുക്കിവിടെ കാണാൻ സാധിക്കും. നിങ്ങൾക്കിത് മൊത്തം ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും അവിടെയുണ്ട്. നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് ഇത് എവിടെയാണ് ഉള്ളതെന്ന് കണ്ട് മനസ്സിലാക്കാം. അതിനായി ഫേസ്ബുക്ക് ആദ്യം ഓപ്പൺ ആക്കുക. ഓപ്പൺ ചെയ്ത ശേഷം വലതുവശത്തെ മുകളിൽ കാണുന്ന പ്രൊഫൈൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ തന്നെ സെറ്റിങ്സിൻ്റെ ഗിയർ ചിഹ്നം കാണാം. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഏറ്റവും മുകളിൽ പേഴ്സണൽ ഡീറ്റെയിൽസ് എന്ന ഒരു ഭാഗം കാണാൻ സാധിക്കും. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം കുറച്ച് താഴേക്ക് വന്നാൽ ഇവിടെ യുവർ ഇൻഫർമേഷൻ ആൻഡ് പെർമിഷൻ എന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ ഒരു ആരോ മാർക്കുണ്ട്. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സെർച്ച് ഹിസ്റ്ററി എന്ന ഒരു ഭാഗം. അവിടെ തന്നെ ഒരു ആരോ മാർക്കുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാമുമായിട്ട് കണക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അക്കൗണ്ടും ഇവിടെ കാണാൻ സാധിക്കും. ഫേസ്ബുക്കിൻ്റെ ഭാഗത്ത് ഒരു ആരോ മാർക്കുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങൾ സെർച്ച് ചെയ്ത കംപ്ലീറ്റ് ഡീറ്റെയിൽസ്. ഇനി അനാവശ്യമായിട്ട് നിങ്ങൾ എന്തെങ്കിലും സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. ഇതുപോലെ നിങ്ങളുടെ മൊബൈൽ നിങ്ങളുടെ വീട്ടിലുള്ള മറ്റാരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഫേസ്ബുക്കിൽ ഈ ഒരു ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ അവർക്കും നിങ്ങൾ എന്തൊക്കെ സെർച്ച് ചെയ്തിട്ടുണ്ട് എന്ന് കാണാൻ സാധിക്കും. ഇനി നമുക്ക് ഒന്ന് ജസ്റ്റ് ബാക്ക് വരാം. ബാക്കിലോട്ട് വന്നിട്ട് ഇവിടെ തന്നെ ക്ലിയർ ഓൾ സെർച്ചസ് എന്ന ഭാഗമുണ്ട്. ജസ്റ്റ് അവിടെ ഒന്ന് ടാപ്പ് ചെയ്തിട്ട് നിങ്ങൾക്കിവിടെ ലാസ്റ്റ് അവർ വേണോ, യെസ്റ്റർഡേ വേണോ, ഓൾ ടൈം വേണോ, അതായത് മൊത്തത്തിൽ ക്ലിയർ ചെയ്യണോ എന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്. ഓൾ ടൈം നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് ക്ലിയർ ഓൾ സെർച്ചസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ ഫേസ്ബുക്കിൻ്റെ പാസ്വേഡ് ചോദിക്കും. അല്ലെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് സെർച്ച് ചെയ്ത എല്ലാ ഹിസ്റ്ററികളും നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ സാധിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.